എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പച്ചരി പായസമായിട്ടാട്ടോ. എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള പച്ചരി പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയൊരു ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് വലുത് തോന്നണ്ട, ചെറിയൊരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പൊന്നും ഇല്ല കേട്ടോ, ഒരു അരക്കപ്പ് പച്ചരി എന്നൊക്കെ പറയില്ല, ആ ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ആദ്യം തന്നെ ഒന്ന് കഴുകി എടുത്തതാണ്. അപ്പോൾ ഞാൻ കുക്കറിലാണ് നമ്മുടെ ഈ ഒരു പായസം വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടിയിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ വിസിലെടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ വിസിൽ വരുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാനിവിടെ ഓഫ് ചെയ്തതാണ്. അപ്പോൾ അത് നമ്മുടെ പച്ചരി ഇവിടെ നന്നായിട്ട് വെന്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല, ഈ രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 1/2 ലിറ്റർ പാൽ ഇവിടെ നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്, തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ചൂട് പാലാണ് ഞാൻ അതിലോട്ട് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലോട്ട് പച്ചരി പായസം എന്ന് പറയുമ്പോൾ ചിലർ വെള്ളം ഇട്ട് വയ്ക്കാറുണ്ട്, അതേപോലെ തന്നെ പഞ്ചസാര ഇട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഇതിലോട്ട് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാനിതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് പഞ്ചസാരയുടെ അളവ് വേണ്ടതെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിലോട്ട് ചൂട് പാൽ ഒഴിച്ചതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പാലൊക്കെ വേഗത്തിൽ തിളച്ചു കിട്ടാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പായസം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കായയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏലക്കായയുടെ പൊടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു 2 ഏലക്കായ ഇട്ട് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പായസം ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പായസം അത്യാവശ്യം നല്ല മധുരം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ടൊരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പിഞ്ച് കേട്ടോ, ഒരു നുള്ള് എന്ന് പറയില്ല, അതാണ് കേട്ടോ, അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും വറുത്ത് കോരി ഇടാം. ഒരു പാൻ നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യിൽ ആ കളർ വ്യത്യാസം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനത് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. അപ്പോൾ അതിലൊരു അടിവശം എത്തിയപ്പോൾ ഒരു ഇത് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും തന്നെ നമുക്കിതിലോട്ട് നമ്മുടെ കിസ്മിസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. സെപ്പറേറ്റ് വറുത്ത് കോരണമെന്നൊന്നുമില്ല, നമുക്കിതിൽ തന്നെ ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു പായസം നമുക്ക് കുട്ടികളൊക്കെ പെട്ടെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പായസം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പായസത്തിലോട്ട് ഇനി നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എങ്കിലപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.